എനിക്ക് വ്യക്തിപരമായി വളരെയധികം അടുപ്പമുള്ള ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങളിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിൽ അതിൻ്റെ യാതനകളിലേക്ക് വലിച്ചെറിയപ്പെട്ട, അവിടെ അപ്രതീക്ഷിതമായ മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്ന മുഴുവൻ ആളുകളോടും അതിന് ഇരയായി തീർന്നവരോടും ഉള്ള അനുതാപവും അന്തരിച്ചവരോടുള്ള ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ചൂരൽമലയെക്കുറിച്ച് ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കോ കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷിയായ CPM-ന്റെ നേതാവ് സഖാവ് പിണറായി വിജയനോ മറ്റാർക്കും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നാളുകളിൽ അവരുടെ മുഖ്യ പ്രവർത്തന അജണ്ടയായി ഈ പരിസ്ഥിതി പ്രശ്നം, പാരിസ്ഥിതികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങളെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ വെള്ളം ചേർക്കാതെ ധീരമായി നടപ്പാക്കാനുള്ള തന്റെ ഇടം കാണിക്കണം. എന്റെ നിലപാട് കേരള സമൂഹം അംഗീകരിക്കുന്ന സുവർണ കാലഘട്ടം വരും. അന്ന് ആത്മീയതയുടെ മുഖാവരണം ധരിച്ച കാപട്യങ്ങളും കർഷക പ്രേമങ്ങളും തകർന്നടിയും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ 1986 മാർച്ച് 6 കേരളകൗമുദിയുടെ കോഴിക്കോട് എഡിഷനിൽ ചൂരൽമലയെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. അവിടെ എൻ്റെ വിദ്യാർത്ഥികൾ, കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായി ചേർന്ന എനിക്ക് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാത്രാക്ലേശം സംബന്ധമായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ കൂടെ ആദ്യം ചൂരൽമലയിൽ ഞാൻ എത്തുന്നത്. പക്ഷേ ആ കുട്ടികൾ ആദ്യമായി എന്നെ വിളിച്ചുകൊണ്ട് ഈ ചൂരൽമല സൂചിപ്പാറ അഥവാ സെൻട്രൽ റോക്ക് വെള്ളച്ചാട്ടം 3 പ്രാവശ്യം തലകുത്തി മറിഞ്ഞ് ഒഴുകുന്ന ആ വെള്ളച്ചാട്ടം ശരിക്ക് ചാലിയാറിൻ്റെ ഉത്ഭവ കേന്ദ്രമാണ്. ആ നദി ഉത്ഭവിക്കുന്ന ഭാഗത്ത് വെച്ച് തന്നെ അതിൻ്റെ കഴുത്ത് ഞെരിക്കുന്നതിനുള്ളൊരു ശ്രമം അന്ന് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഫലമായി നിർമ്മിച്ചിരുന്ന പില്ലറും ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞുകൊണ്ടിട്ടിരുന്ന കല്ലുകളുമെല്ലാം കുട്ടികളെ കൊണ്ട് വാരി മാറ്റിച്ചു. അതിൻ്റെ പേരിൽ എനിക്കെതിരെ ഒരു കേസ് വന്നു. പക്ഷേ അവിടുത്തെ പോലീസ് സൂപ്രണ്ടിനെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായതുകൊണ്ട് ആ കേസ് നിലനിന്നില്ല. ചൂരൽമലയുടെ ദുരന്തം, ചൂരൽമലയിൽ അന്ന് തുടങ്ങിയിരുന്ന നശീകരണ പ്രവർത്തനങ്ങൾ, ക്വാറിയിങ്, മരം വെട്ടൽ, ഇതിനെല്ലാം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകക്ഷികളുമായിട്ടും പ്രതിപക്ഷ കക്ഷികളും അടങ്ങുന്ന രാഷ്ട്രീയ സഖ്യങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്ന നശീകരണ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യവും ആ പ്രദേശത്തിൻ്റെ കിടപ്പ്, അതിൻ്റെ മനോഹാരിത, മേപ്പാടി മുതൽ മുണ്ടക്കൈ വരെയുള്ള പ്രദേശത്തിൻ്റെ പ്രകൃതി രമണീയതയും പ്രകൃതിയുടെ സുലഭമായ ആ ഭാഗം മുഴുവൻ അടിയോടെ ഇളകി ചാലിയാറിലേക്ക് വീടുകയും ചൂരൽമലയും ആ പ്രദേശങ്ങളും എല്ലാം തകർന്നു പോവുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി നശീകരണം എന്ന് പറയുന്നത്. അവിടുത്തെ ജനവാസം ഈ ഇത്തരം മേഖലകളിൽ, സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളിലും വലിയ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് വലിയ കെട്ടിടങ്ങളൊക്കെ വയ്ക്കാൻ, അതായത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചത് ആ സ്ഥലത്തിൻ്റെ നാശത്തിന്, ഇപ്പോൾ സംഭവിച്ച ദുരന്തത്തിന് ഒരു കാരണമായെന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന് ക്വാറിയിങ്, ഈ നേരത്തെ പറഞ്ഞ പാറ ഉടയ്ക്കൽ, അതിരുമില്ലാത്ത പാറ ഉടയ്ക്കൽ. പിന്നീട് അവിടെ വനനശീകരണം. ഇതെല്ലാം സംഭവിച്ചതിൻ്റെ ഫലമായും, അല്ലാതെ അവിടെ ദീർഘമായ മഴ ഇങ്ങനെ നിരന്തരമായി പെയ്തതുകൊണ്ടാണ് എന്നൊക്കെ അധികാരികളെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. കേരളത്തിൽ മഴ പെയ്യുന്ന ആദ്യമൊന്നുമില്ല, ദീർഘമായി മഴ പെയ്യുന്നതും ആദ്യമല്ല. വർഷത്തിൽ 6-7 മാസം മഴ പെയ്തുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോഴൊന്നും സംഭവിക്കാവുന്ന തരത്തിലുള്ള ഭീകരമായ ദുരന്തങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിക്കുന്നുണ്ട്. കോഴിക്കോട്ട് അന്ന് തന്നെ വേറെയും ഒരു ദുരന്തം നടന്ന് 8-10 പേർ മരിക്കുകയും 10-40 വീടുകൾ തകരുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
അത് വാർത്തയാകാതിരുന്നത് ഈ ചൂരൽമലയുടെ പശ്ചാത്തലത്തിലാണ്. ചൂരൽമലയെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുള്ളുണ്ട്. ആ കവിതയും ഇതിൻ്റെ കൂട്ടത്തിൽ ചർച്ചാ വിഷയമായി. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മുടെ മാധ്യമങ്ങൾ നേരിട്ട രീതി. ഈ ഒന്ന് ഞാൻ പറഞ്ഞത് 86 എഴുതിയ ഒരു ലേഖനം ചർച്ചാ വിഷയമാകുന്നതിന് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരികയും ഇത്രയും ഭീകരമായ ദുരന്തം നേരിടേണ്ടി വരികയും ചെയ്തു എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ദുരന്തം സംഭവിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആ സ്ഥലത്തെത്തുകയും ആരും അറിയാതെ, ഒരു മാധ്യമത്തിൻ്റെയും പിൻബലമില്ലാതെ, ആരെയും കൂട്ടിന് വിളിക്കാതെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവിടെ വന്ന് അവിടുത്തെ ഈ ആർത്തരായ ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അതിന് തുടർന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരക്ഷരം ഒരു മാധ്യമത്തോടും മിണ്ടാതെ അദ്ദേഹം നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ പിന്നെ ശശി തരൂർ MP ആയ ശശി തരൂർ അവിടെ ചെന്നത്, സിനിമാ താരങ്ങൾ ചെന്നത്, രാഹുൽ ഗാന്ധി വന്നത്, ഇതിനെക്കുറിച്ചെല്ലാം വലിയ വാർത്തകൾ കൊടുത്ത ഒരു മാധ്യമവും ഒരു കേന്ദ്രമന്ത്രി അവിടെ വന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി ശ്രദ്ധിച്ചതേയില്ല. ആരും അവർ റിപ്പോർട്ട് ചെയ്തില്ല, ആരും കണ്ടതേയില്ല. അത് താനിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് ആ മന്ത്രി ശ്രമിച്ചതുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടും അദ്ദേഹം കൂടെ നിന്ന് ചെയ്തതുകൊണ്ടുമാണ് അവിടെ ആ ബെയിലി പാലമെല്ലാം ഉണ്ട്. അത് ആ പാലത്തിൻ്റെ ഉദ്ഘാടനം, പാലം നിർമ്മിച്ച് കാര്യങ്ങൾ സുഗമമായപ്പോൾ പോലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പേര്, കേന്ദ്രമന്ത്രിയുടെ പേര് ആരും പറഞ്ഞില്ല. പിന്നെ മുഖ്യമന്ത്രി പോയി, അവർ പോയി, ഇവിടുത്തെ മന്ത്രിമാർ പോയി, അവിടുത്തെ മന്ത്രിമാർ പോയി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുത്തിട്ടും ഇത്രയും ദിവസം തുടർച്ചയായി അവിടെ നിന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയെക്കുറിച്ചുള്ള വാർത്ത കൊടുക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം BJPയുടെ മന്ത്രിയാണ്. ഇത്രമാത്രം രാഷ്ട്രീയ ആന്ധ്യം ബാധിച്ച, അതായത് മാധ്യമപ്രവർത്തകൻ്റെ പണിയല്ല ചെയ്യുന്നത്, പാർട്ടി പ്രവർത്തകരുടെ പണിയാണ്, പാർട്ടിക്കാരുടെ പണിയാണ്. അതുകൊണ്ട് വാർത്തകളിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത വാർത്തകൾ മുഴുവൻ തമസ്കരിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ ഈ മാധ്യമരംഗത്തെ ഒരു ദുരന്തം മാത്രമല്ല, ഇങ്ങനെ ഏതെങ്കിലും പാർട്ടികളുടെ ഈ വാൽപ്ലഗുകളായി മാധ്യമപ്രവർത്തകർ മാറുകയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന്, വായനക്കാരിൽ നിന്ന്, അറിയേണ്ടുന്ന ആളുകളിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ മാറിയാൽ ആ മാധ്യമങ്ങൾ അപകടകരമായ ഒരു ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്ന് തീർത്തും പറയേണ്ടി വരും. അത് യഥാർത്ഥത്തിൽ ഒരു കാര്യം ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ഉണ്ടായിരിക്കുകയും ഒന്നും ചെയ്യാതെ അവിടുന്ന് ഷോ കാണിക്കാൻ വരുന്ന ആളുകളെ ഊതിപ്പെരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മാധ്യമപ്രവർത്തനം എന്ത് മാധ്യമപ്രവർത്തനമാണ് എന്ന് അവരാണ് വിശദീകരിക്കേണ്ടത്. അല്ല, പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ജോലിയല്ലേ ചെയ്യുന്നത്. എല്ലാവരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ജോലിയാണ്, പാർട്ടി പ്രവർത്തകരുടെ ജോലിയാണ് ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഒരാൾ ജയിക്കില്ല, ഞാൻ മുട്ടയടിക്കുമെന്നൊക്കെ പറയത്തക്ക രീതിയിൽ എന്ത് മാധ്യമപ്രവർത്തനമാണ്? അത് ആക്ടിവിസമാണ്, അത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സുരേഷ് ഗോപി ജയിച്ചപ്പോഴോ ഒരു കുഴപ്പമില്ല. അവർ ആത്മഹത്യ എന്ന് പറഞ്ഞവൻ തടിവടി പോലെ അടക്കുന്നു. തരത്തിലും ഒരു ഔചിത്യമില്ലാത്ത, യാതൊരു തരത്തിലും ധാർമ്മിക ബോധമില്ലാത്ത, അവനവൻ്റെ തൊഴിലിനെ കുറിച്ചൊരു ധാരണയുമില്ലാത്ത കുറേ ആളുകളാണ് ഇവിടെ മാധ്യമപ്രവർത്തകരെന്ന് മുന്നേ നടക്കുന്നത്. പിന്നെ മാത്രമല്ല, കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആയിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ, അതിൻ്റെ ഉടമസ്ഥന്മാർ സാമൂഹ്യ വിരുദ്ധന്മാരാണ്. അവന്മാർ വനം കൊള്ളയടിച്ചും പിന്നെ പെൺവാണിഭം നടത്തിയും സ്പിരിറ്റ് കള്ളക്കടത്ത് നടത്തിയൊക്കെ ഉണ്ടാക്കുന്ന കാശാണ് അതിലെ മാധ്യമപ്രവർത്തകർ. അവിടെ ഇരുന്ന് ആദർശം തീതുപ്പുന്ന കുറേ മാധ്യമപ്രവർത്തകർ, ശീലാവതിയേക്കാൾ വലിയ ശീലാവതിമാരും ഹരിചന്ദ്രനേക്കാൾ വലിയ ഹരിചന്ദ്രന്മാരും അടിക്കുന്നവരുണ്ട്. അവനിടുന്ന ഉടുപ്പും വസ്ത്രവും അവൻ്റെ ഭക്ഷണവും അവന് സഞ്ചരിക്കുന്ന വണ്ടിയുടെ കാശും കൊടുക്കുന്നത് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ഉണ്ടാക്കുന്ന കാശാണ് ഇവന് കൊടുക്കുന്നത്. അല്ല, ആ ചാനലിൽ നിന്ന് 10 രൂപ ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ സഹായത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചുകൊണ്ട് ആദർശം പറയാൻ നടക്കുന്ന കുറേ പാഴ് ജന്മങ്ങളെന്ന് വേണം അവരെക്കുറിച്ച് പറയാൻ. അവരൊക്കെ ഉണ്ട്. അതാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ സംഭവിച്ചെന്താണ്, അതിൻ്റെ ഉടമസ്ഥ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന അയാൾ മാധ്യമപ്രവർത്തകനായിട്ട് ഇറങ്ങിയ മന്ത്രി രാജനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഭീകരമായ ദൃശ്യം നമ്മൾ കാണുന്നു. എന്നിട്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരോ ഇവിടുത്തെ മറ്റ് പ്രതികരണ വീരന്മാരോ എന്തെങ്കിലും
ഇതൊരു അധാർമിക പ്രവർത്തനമാണ്, ഇത് വളരെ മോശമാണ്, ഇങ്ങനൊരു ക്രിമിനൽ പുള്ളിക്ക് ഒരിക്കലും മാധ്യമപ്രവർത്തനം അതിൻ്റെ ശുദ്ധഗതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നൊന്നും പറഞ്ഞില്ല. പറയേണ്ട കാര്യമില്ല ഒരർത്ഥത്തിൽ. കാരണം ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരിൽ ഏറിയ പോലും എല്ലാ ആളുകളും തന്നെ ഇത്തരത്തിൽ കാപട്യക്കാരാണ്. അവരിങ്ങനെ അവരുടെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് വാർത്തകൾ കൊടുക്കുന്നതും വാർത്തകൾ വ്യാഖ്യാനിക്കുന്നതെല്ലാം അവരുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വസ്തുതകളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുക എന്നുള്ള തരത്തിലല്ല. ഏജന്റുമാർക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് കണ്ടെത്തൽ. വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. ആ ക്രമക്കേട് വലിയ ദുരന്തങ്ങൾ കാത്തിരിക്കുന്നവനാണ്, ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നറിയാമല്ലോ. അടുത്ത ദിവസം പിരിവ് തുടങ്ങുക, സിനിമാ താരങ്ങളും ഇവരും മുതലാളിമാരും കൊണ്ട് കാശ് കൊടുക്കുക. അവർ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടുന്ന ദുരിതാശ്വാസ ഫണ്ട് അർഹതയുള്ള ആളുകൾക്ക് കിട്ടാറില്ല എന്നുള്ളത് കുപ്രസിദ്ധമാണ്. പക്ഷേ എന്നാൽ ഇവർ വീണ്ടും അവിടെ കൊണ്ട് കൊടുക്കും. കാരണം എന്തിനാണ്? അവർക്ക് ഈ കാശ് ഈ പാവങ്ങൾക്ക് കിട്ടണമെന്നോ അവർക്ക് അതിൻ്റെ സഹായം കിട്ടണമെന്നോ ഉള്ള എല്ലാ താല്പര്യം. മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കയറുകയും പുള്ളിയെ സൂചിപ്പിച്ച് ഇവർക്കെല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗുരുക്കളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിന് മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കുന്നതിനുള്ള പോലീസ് മന്ത്രിയും കൂടെയാണല്ലോ പുള്ളി. അതിനുള്ളൊരു മാർഗമായിട്ടാണ് ഇവർ ഈ സംഭവത്തെ കാണുന്നത്. അതുകൊണ്ട് അല്ലാതെ ഉദ്ദേശശുദ്ധിയോട് ചെയ്യുന്നവരും ഇല്ലെന്നല്ല പറയുന്നത്. പിന്നെ സാധാരണ ജനങ്ങൾ എല്ലാ കാലത്തും ഇത്തരം ദുരിതങ്ങൾ വരുമ്പോൾ ഈ ദുരിതത്തിന് വിധേയനാകുന്ന ആളുകൾ കൂടെ നിൽക്കുന്നവരാണ്. അതിനാൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത്തരം ദുരന്തങ്ങളെയും ഊറ്റിക്കുടിക്കുവാനും അതിൽ നിന്ന് പരമാവധി കാശുണ്ടാക്കുവാനും ശ്രമിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ യഥാർത്ഥ ധർമ്മത്തിൽ നിന്നും മാറി അവർ രാഷ്ട്രീയ ദാസന്മാരായി മാറുകയാണ്. ഇത് അപകടകരമായ പോക്കാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സന്ദർഭം വിനിയോഗിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളെ സഹായിച്ച ആളുകളെ തമസ്കരിക്കുകയും വെറുതെ അതുവഴി ഷോ കാണിക്കാൻ വേണ്ടി വന്നവരെയെല്ലാം ഉയർത്തിക്കാട്ടി അവരെന്തോ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തുകയും ചെയ്യുന്ന ശുദ്ധമായ പച്ചയ്ക്ക് പറഞ്ഞ ശുദ്ധ ചെറ്റത്തരമാണ് ആ കാര്യങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.